കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി മൂത്തേടം, ചുങ്കത്തറ പഞ്ചായത്തുകളിലായിരുന്നു. ഇന്നലെയും നല്ല മഴയായിരുന്നു എന്നതാണ് പ്രത്യേകത. ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയായിരുന്നു. സാധാരണഗതിയിൽ മഴയുടെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പര്യടനം പോലെയുള്ള പരിപാടികൾ മാറ്റിവെക്കാറാണ് പതിവ്. പക്ഷേ ഏറ്റവും ആഹ്ലാദകരമായൊരു കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മണ്ഡലം മുഴുവൻ മഴ പെയ്തിട്ടും മഴയുടെ തടസ്സം കാരണം ഒരു സ്വീകരണ കേന്ദ്രം പോലും റദ്ദാക്കേണ്ടി വന്നില്ല, മാറ്റിവെക്കേണ്ടി വന്നില്ല. എല്ലായിടത്തും മഴയെ അവഗണിച്ച ആളുകൾ ഒഴുകിയെത്തി. മഴയുടെ വഴിയും സ്വീകരണത്തിന്റെ വഴിയും മുൻപോട്ട് പോയി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു പുതിയ അനുഭവമായിരുന്നു. ആളുകൾ മഴ നനഞ്ഞും നനയാതെയും ഒക്കെ സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടി. പര്യടന വാഹനം കടന്നുപോകുന്ന വഴികളിലുടനീളം റോഡ് സൈഡിലുള്ളവർ അവരുടെ വീടുകളുടെ കോലായിൽ ഇറങ്ങി വന്ന് സംഘടിതരായി നിന്ന് 4-5 വീട്ടുകാർ ഒരുമിച്ച് അവരുടെ തൊട്ടടുത്തുള്ള പാതയോരത്തുള്ള വീട്ടിൽ നിന്ന് ജാഥയെ ആശംസിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ മഴയെ വകവെക്കാതെ ആളുകൾ വന്നു. റെയിൻകോട്ട് ധരിച്ചെത്തിയ ആളുകൾ ധാരാളം പേരുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മഴ സ്വീകരണങ്ങളെ തടസ്സപ്പെടുത്തിയില്ല, ആവേശം കെടുത്തിയില്ല. പല അനുഭവങ്ങളാണ് പര്യടന പരിപാടിക്കിടെയുള്ളത്. പ്രായമുള്ളവർ, 85 വയസ്സുള്ള ഒരു അമ്മൂമ്മ ഇന്നലെ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വന്ന് വളരെ സന്തോഷപൂർവ്വം അവർ വോട്ട് ചെയ്തതിന് ചൂണ്ടുവിരൽ പതിച്ച മഷിയടയാളം കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്ത ആവേശവും സന്തോഷവും പങ്കുവെക്കാനായി സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തി എന്നതൊരു അനുഭവം. ചോളമുണ്ടയിൽ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളയിച്ച പച്ചക്കറികൾ നൽകിയാണ് ഈ പര്യടനത്തെ സ്വീകരിച്ചത്, സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. 105 വയസ്സുള്ള ഒരു വോട്ടറും ഒരു സ്വീകരണ കേന്ദ്രത്തിലെത്തി. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രായം കൂടിയ വോട്ടർ അവരാണ് എന്നാണ് തോന്നുന്നത്. 105 വയസ്സാണത്രേ പ്രായം. ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. 3 സഹോദരിമാർ ഒരു സ്വീകരണ കേന്ദ്രത്തിലെത്തി. അവരുടെ തൊടിയിലെ പൂക്കളുമായിട്ടാണ് അവർ വന്നത്. മറ്റൊരിടത്ത് പര്യടന വാഹനം കടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം റോഡിലേക്ക് ഇറങ്ങി വന്നു. അവർ തെരഞ്ഞെടുപ്പിൽ അവരുടെ കായംകുളത്തുള്ള ബന്ധുക്കൾ കൂടി വന്നിരിക്കുകയാണ്. ഒരു ആഘോഷം പോലെയാണ് തെരഞ്ഞെടുപ്പ്. കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം ഒത്തുകൂടി തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഇങ്ങനെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി കൃത്യം 10 മണിക്കാണ്. 10 മണിക്ക് ഉച്ചഭാഷിണി ഉപയോഗം അവസാനിപ്പിക്കണം. എന്നാൽ 10 മണിക്ക് സ്വീകരണ കേന്ദ്രത്തിലെത്തി ഹാരാർപ്പണം നടത്താനുള്ളവരെ പേര് വിളിക്കുമ്പോഴേക്കും മൈക്ക് ഓഫാക്കിയിട്ടാണ് സംഘാടകർ പേര് വിളിച്ചത്. തോരാതെ പെയ്യുന്ന മഴയിലും രാത്രി 10 മണിക്കും നൂറുകണക്കിന് ആളുകളാണ്, ആബാലവൃദ്ധം ആളുകൾ തടിച്ചുകൂടി. ഇതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. കാലാവസ്ഥ, പ്രകൃതിയുടെ പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആവേശപൂർവ്വം അണിനിരക്കുന്ന മനുഷ്യർ. മുഖ്യമന്ത്രി പങ്കെടുത്ത 2 യോഗങ്ങളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്, വഴിക്കടവിലും എടക്കരയിലും. വഴിക്കടവിലും എടക്കരയിലും ആ സമയത്ത് നന്നായി മഴ പെയ്യുകയാണ്. വഴിക്കടവിൽ അതിശക്തമായ കാറ്റുമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു വേള കാറ്റ് രൂക്ഷമാവുകയും അതിശക്തമായ മഴ പെയ്യുകയും പന്തലും മറ്റും അതിൽ നിലംപതിച്ചു പോകുമോ എന്ന് ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ കാലാവസ്ഥ പ്രയാസങ്ങൾക്കിടയിലും ആയിരങ്ങളാണ് വഴിക്കടവിലും എടക്കരയിലും റാലികളിൽ പങ്കെടുത്തത്. ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാവലിയാണ്. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ആകാശത്തോളം ഉയർത്തുന്ന അനുഭവം.